സാംസ്കാരിക പെരുമ പേറുന്ന തൃശൂരിന്റെ കലാകൗമാരത്തിന്റെ വിസ്മയ പകർന്നാട്ടങ്ങൾക്കായി ചരിത്രമുറങ്ങുന്ന കുന്നംകുളത്തിന്റെ മണ്ണൊരുങ്ങി. മഴയുടെ ആശങ്ക കനക്കുന്നുണ്ടെങ്കിലും കൃത്യമായ ക്രമീകരണങ്ങളോടെ 35ാമത് റവന്യൂ ജില്ലാ കലാമേള കെങ്കേമമാക്കാൻ ഒരുങ്ങുകയാണ് സംഘാടക സമിതി. അച്ചടിയുടെയും കച്ചവടത്തിന്റെയും കഥകളി പെരുമയുടെയുമെല്ലാം പൈതൃകമുറങ്ങുന്ന കുന്നംകുളത്തിന്റെ മണ്ണിലേക്ക് ജില്ലാ കലോത്സവം എത്തുമ്പോൾ എല്ലാ അർത്ഥത്തിലും വിജയമാക്കാനുള്ള ഒരുക്കത്തിലാണ് സംഘാടകർ. 17 വേദികളിലായാണ് മത്സരങ്ങൾ. ജില്ലയിലെ 12 ഉപജില്ലകളിൽ നിന്നായി 8000ഓളം പേർ വിവിധ ഇനങ്ങളിൽ മാറ്റുരയ്ക്കും. നഗരത്തിലെ വിവിധ വിദ്യാലയങ്ങൾക്ക് പുറമെ ടൗൺ ഹാൾ, CV സ്മാരക ഹാൾ, സീനിയർ ഗ്രൗണ്ട് സ്റ്റേഡിയം എന്നിവിടങ്ങളിലും മത്സരങ്ങളുണ്ട്. നിലവിലെ കാലാവസ്ഥാ പ്രവചനത്തിന്റെ ആശങ്ക സംഘാടകർക്കുണ്ട്. വൃശ്ചിക മാസത്തിലും തുലാമാസത്തിനു സമാനമായി പകൽ സമയത്ത് ശക്തമായ മഴയുണ്ടാകുമെന്ന സൂചനകളെ തുടർന്ന് സാധ്യമായ മുന്നൊരുക്കങ്ങൾ സംഘാടക സമിതി നടത്തിയിട്ടുണ്ട്. ബഹുഭൂരിപക്ഷം വേദികളിലും പന്തലുണ്ട്. YMCAയിൽ ഒരുക്കിയ ഭോജനശാലയിലെത്താൻ വിവിധ വേദികളിൽ നിന്ന് വാഹന സൗകര്യവും സജ്ജമാക്കിയതായി കുന്നംകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാനും സ്ഥലം MLAയുമായ AC മൊയ്തീൻ പറഞ്ഞു. ഡിസംബർ 3 നമ്മൾ പരിപാടി തുടങ്ങുമെങ്കിലും അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം 5-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 9:30-നാണ്. അത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദുവാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ശ്രീ റഫീഖ് അഹമ്മദ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS, പി ബാലേന്ദ്രൻ, മുരളി പെരുന്നെല്ലി MLAമാർ, സനീഷ് കുമാർ ജോസഫ് MLA, VR സുനിൽകുമാർ MLA, NK അക്ബർ MLA, ശ്രീമതി സീതാ രവീന്ദ്രൻ ഉൾപ്പെടെയുള്ള പിന്നെ ആശംസകൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ, പരിപാടികളെല്ലാം എല്ലാ ജനപ്രതിനിധികളും ഇതുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനം